ഇത് 2 തവണ കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചു, എന്താ പിന്നിൽ പോകുന്നതായിട്ടുള്ള എന്നെ എന്താ ശീലാത്തിക്ക് കയറ്റാത്തത്? നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എന്ത് വേദനകളും ഭഗവാനോട് പറയേ വേണ്ടു. പറഞ്ഞാൽ ഭഗവാൻ അത് സാധിപ്പിച്ചിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കുറച്ച് സമയം അവിടെ നമുക്ക് ചെലവഴിക്കാതെ ഒറ്റയ്ക്കാണ് മേശാന്തിയും ഈ ഗുരുവായൂരപ്പനും ഭഗവാനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നല്ല ആ സമയം ഏറ്റവും കൃഷ്ണോ രക്ഷതു മാം ജരാജര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ദ്വിജവരാശ്രയതോ വൃഷസംസ്ഥിത ശ്രുതിസമുച്ചസമുച്ചരണപ്രിയ യതിവരോ നിതരാങ്കുലദൈവതം ലസതുമേ സതുമേ പരമേശ്വര. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എൻ്റെ പേര് കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നാണ്. പട്ടാമ്പിക്കടുത്ത് വാവനൂർ എന്നുള്ളതായിട്ടുള്ള സ്ഥലത്ത് കൊയിലം ദേശത്ത് കലിയത്ത് മനിക്കൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജന്റെയും മകനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ യാഗാധികാരം ഉണ്ട്. എൻ്റെ മുത്തശ്ശന്മാരൊക്കെ യാഗം ചെയ്തവരാണ്. പിന്നെ ഞങ്ങളുടെ കുലത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം അലങ്കരിച്ച ഒരു മഹാത്മാവുണ്ട്, കലിയത്ത് പരമേശ്വര ഭാരതികൾ. നടുവിൽ മഠത്തിൻ്റെ മൂപ്പിൽ സ്വാമിയാരായിരുന്നു. വേദജ്ഞനാണ്. ശ്രുതി സ്മാർത്ത പുരാണങ്ങളിലൊക്കെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമാണ്. ആദ്യം പത്മനാഭസ്വാമിയിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ടും പിന്നീട് നടുവിൽ മഠത്തിൻ്റെ മൂപ്പിൽ സ്വാമിയാരുമായിട്ട് അദ്ദേഹം അനവധി കാലം ശ്രേഷ്ഠമായുള്ള രീതിയിൽ ജീവിച്ച് ഭഗവാന്റെ ആ പദത്തിലേക്ക് എത്തിച്ചേർന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു അച്ഛനമ്മമാരുടെ ആ ലാളനയിൽ അവരുടെ താല്പര്യത്തോടു കൂടി ഗുരുവായൂരപ്പനെ തൊഴാനൊക്കെ ആയിട്ട് പോവാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അമ്മ എന്നെ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകും. പിന്നീട് അത് കഴിഞ്ഞ് നടക്കാറാവുന്ന സമയത്തും അച്ഛനും അമ്മ എന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് എന്തെന്നില്ലാത്തതായിട്ടുള്ളൊരു അടുപ്പം ഗുരുവായൂരപ്പനോട് തോന്നിയിട്ടുണ്ട്, ഒപ്പം മമ്മിയൂരപ്പനോടും. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴും. അത് കഴിഞ്ഞ് ആഞ്ഞം മാധവൻ നമ്പൂരിയുടെ നാരായണാലയത്തിൽ വെച്ച് സപ്താഹമൊക്കെ കേൾക്കും. അവിടെ അതേപോലെ തന്നെ അതിനു മുമ്പേ കൂത്തമ്പലത്തിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അമ്മയുടെ കൂടെ പോയിട്ട് ഭാഗവത സപ്താഹമൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭഗവാനോടുമായിട്ട് എന്തെന്നില്ലാത്തതായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭഗവാനെ പൂജിക്കണം എന്നുള്ളതായിട്ടുള്ള മോഹം തൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ആദ്യകാലത്തൊന്നും അതിൻ്റെ ഗൗരവം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെങ്കിലും ഗുരുവായൂരപ്പനെ പൂജിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. അങ്ങനെ പ്രായമായി. ആ പ്രായമായി കഴിഞ്ഞ് അപ്പോഴും ഗുരുവായൂർക്കുള്ള ദർശനം നമ്മൾ കുറച്ചിരുന്നില്ല. കഷ്ടപ്പെട്ടിട്ടും പലതരം ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതു പോകൽ പതിവായിരുന്നു. അപ്പോൾ ഗുരുവായൂർ മേൽശാന്തിക്ക് അപേക്ഷിക്കാൻ ശുഗപുരവും പെരുമനവും ഗ്രാമക്കാർക്കാണ് അതിന് പെരുമനവും ശുഗപുരം ഗ്രാമക്കാരാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ശുഗപുരം ഗ്രാമത്തിൽ ആണ് യാഗാധികാരമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്. അപ്പോൾ ഗുരുവായൂർ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇപ്പോഴത്തെ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂരിയുടെ അച്ഛൻ, ദിനേശൻ നമ്പൂരിപ്പാടിൻ്റെ അച്ഛൻ ദിവാരൻ നമ്പൂരിപ്പാടിനെ പോയി കാണുകയും അപ്പോൾ അദ്ദേഹം അപേക്ഷിക്കാൻ യോഗ്യനാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിക്ക് അപേക്ഷിക്കുകയാണ്. അങ്ങനെ 2001 അപേക്ഷിച്ചു. അപ്പോൾ അപേക്ഷിക്കുമ്പോഴത്തെ സമയത്തുള്ള ആ ഒരു സന്തോഷം എന്തെന്നില്ലാത്തതായിട്ടുള്ളൊരു ആനന്ദത്തിലായിരുന്നു. എന്നാണ് ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു സംശയവും. എങ്കിലും ശുഭപ്രതീക്ഷയോടുകൂടി ഭഗവത് സേവയിൽ മുഴുകിക്കൊണ്ട് എന്നാണ് ആ ഭഗവാന്റെ ആ പുണ്യശ്ലോകിലേക്ക് കയറാൻ സാധിക്കുക ഒറ്റ ചിന്തയെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ 2001 മുതൽ അപേക്ഷിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ഇന്റർവ്യൂവിൽ നമുക്ക് വേണ്ട പോലെ ആവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് തുടർന്ന് 18 വർഷക്കാലം അപേക്ഷിച്ചു. അപ്പോൾ ഗുരുവായൂർ രണ്ട് മേശാന്തിമാരാണ് സാധാരണയായി ഉണ്ടാവുക. ഒന്ന് ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയും ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അപേക്ഷകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അതിനു മുമ്പ് തന്നെ നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വന്നുണ്ട് ഭാഗവതം. ആ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാനും പൂജയായിട്ടും പാരായണായിട്ടും പ്രവചനമൊക്കെ ആയിട്ട് കുറെ കാലം കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചു. അത് കാരണം എന്താ? അതൊക്കെ ഉപദേശം തന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഭാഗവത സാമ്രാട്ട് പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണന്റെ അവിടെ വെച്ച് ഉപദേശമൊക്കെ തന്ന് അദ്ദേഹം എന്നെ ഈ ഭാഗവത രംഗത്തേക്ക് എടുത്ത് കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അദ്ദേഹം നൽകിയതായിട്ടുള്ള ഭാഗവതാമൃതം കൊണ്ട് കുറേ കാലം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്തും അപേക്ഷിക്കും, കിട്ടാറില്ല. രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തതിന് 18 പ്രാവശ്യവും ഗുരുവായൂരപ്പനെ 18 വർഷമായിട്ട് തുടർച്ചയായിട്ട് അപേക്ഷിക്കാനായിട്ട് തുടങ്ങി. അതിൽ ചില എൻ്റേതല്ലാത്തതായുള്ള ചില കാരണങ്ങളെ കൊണ്ട് ചില ഇന്റർവ്യൂകൾക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും പരമാവധി അതിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കും. അങ്ങനെ ഓരോ കഴിയുന്ന സമയത്തും കിട്ടിയില്ല എന്ന് തോന്നുമ്പോൾ വിഷമം തോന്നാറില്ല. കാരണം എന്താ? ഗുരുവായൂരപ്പനുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉള്ളതുകൊണ്ട് എന്തുണ്ടാവും? ഭഗവാൻ തരാതിരിക്കില്ല. കാത്തിരുന്ന് കിട്ടുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവും. വേഴാമ്പല് ആ മഴവെള്ളം കാത്തിരിക്കുന്നത് പോലെ തന്നെ വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന് ഓരോ പ്രാവശ്യം അപേക്ഷ കൊടുക്കും, കിട്ടാറില്ല. അപ്പൊ അതിൽ രസകരമായിട്ട് ഭഗവാന്റെ ഒരു അനുഭവം, ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഭവം തരികയാണ്. അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് നറുക്കെടുപ്പിന് തൊട്ട് മുമ്പേ പോകുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഈ എന്റെ തൊട്ട് മുമ്പിൽ കടന്നതായിട്ടുള്ള ഒരു അപേക്ഷകന് അല്ലെങ്കിൽ മേശാന്തി അപേക്ഷ കൊടുത്ത ഒരാളെ ആ നറുക്കെടുപ്പിൽ വിജയിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം എന്റെ തൊട്ട് മുമ്പിൽ പോയിട്ടുള്ള അപേക്ഷകനെ ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലേക്ക് കയറ്റി. ഇത് 2 തവണ കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചു, എന്താ പിന്നിൽ പോകുന്നതായിട്ടുള്ള എന്നെ എന്താ ശീലാത്തിക്ക് കയറ്റാത്തത്? എനിക്കും മോഹമില്ല എന്നൊക്കെ ഞാൻ ഭഗവാനോട് ചെറിയൊരു പരിഭവം അല്ല കേട്ടോ, അത് സ്നേഹം കൊണ്ട്, ആ പ്രേമം കൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്തായാലും ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. 18ാമത്തെ കൊല്ലം 2018 ഈ അപേക്ഷയ്ക്ക് ഓരോ ക്രമ നമ്പർ ഉണ്ട്. ആ ക്രമ നമ്പർ പ്രകാരം വിളിക്കുക. 1-ാം നമ്പർ ഒരു മഹാത്മാവിനെ വിളിച്ചു. രണ്ടാമത്തെ നമ്പറായിരുന്നു എൻ്റെ. അപ്പൊ 2ാമത്തെ നമ്പർ എടുത്ത സമയത്ത് 1-ാം നമ്പറുകാരൻ പോയി തൊട്ട് പിന്നിലുള്ള അടുത്ത നമ്പറാണ് എൻ്റെ 2-ാം നമ്പറാണ്. ആ മേശാന്തി നറുക്കെടുപ്പിൽ നിന്ന് എൻ്റെ പേരെടുത്ത് വിളിച്ചു, കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരികള്. എന്തൊരു സന്തോഷ! നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എന്ത് വേദനകളും ഭഗവാനോട് വേണ്ടു. പറഞ്ഞാൽ ഭഗവാൻ അത് സാധിപ്പിച്ചിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന്റെ ആ മതിലകത്തെത്തി ആ അപേക്ഷ കൊടുത്ത് അതിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നറുക്കെടുപ്പിലൂടെ എൻ്റെ പേര് വിളിച്ചു കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. കാരണം എപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞാലും ആ നറുക്കെടുപ്പിന്റെ സമയത്ത് ആ മുഖമണ്ഡപത്തിന് മുമ്പിൽ കാത്തു നിൽക്കാറുണ്ട്, സംസ്കാര മണ്ഡപത്തിന് മുമ്പിൽ കാത്തു നിൽക്കാറുണ്ട്. കാരണം എന്താ? വിളിക്കുന്ന സമയത്ത് ഓടിയെത്താൻ വേണ്ടി തയ്യാറായിട്ട്. കാരണം പുറത്തുനിന്ന് കാത്തു നിൽക്കാറില്ല. കാരണം ഭഗവാന്റെ അടുത്ത് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. ഭഗവാൻ വിളിക്കുന്ന സമയത്ത് ഓടിയെത്താൻ തയ്യാറായിട്ടാണ്. നമ്മൾ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഭഗവാൻ, അതേപോലെ ഭഗവാൻ വിളിക്കുമ്പോൾ നമ്മൾ ഓടിയെത്തണ്ടേ? ആ കേട്ടപ്പുണ്ടായിട്ടുള്ളൊരു സന്തോഷം ജീവിതത്തിൽ ധന്യമാണെന്ന് തോന്നി. ആ ദിവ്യമായിട്ടുള്ള മുഹൂർത്തം സെപ്റ്റംബർ 14-നാണ് ഇന്റർവ്യൂ ഉണ്ടായത്. അന്നാണ് ഈ ഉള്ളവനെ മേശാന്തിയായിട്ട് തിരഞ്ഞെടുത്തത്. വളരെ സന്തോഷം, വളരെ ആനന്ദം തോന്നിയെങ്കിലും ഏതോ ഒരു അദൃശ്യ ലോകത്ത് ചെന്ന് പെട്ട പോലെ തോന്നി. പിന്നെ ഓരോരോ ആദരവുകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. ഏതോ ഒരു ശക്തി, ആ ഭഗവാൻ തന്നെയാണ്, സംശയമില്ല. ആ ശക്തി, ആ പ്രപഞ്ചശക്തി ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത് പോലെ തോന്നി. തുടങ്ങിയത് കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷം തോന്നിയെങ്കിലും പിന്നെയാണ് വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്ത്? ഭഗവാന്റെ ആ മേശാന്തിപദം അത് കൊണ്ടു നടത്തുക എന്നുള്ളത്. അപ്പൊ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, നടക്കില്ല ഇന്ന് ഗുരുവായൂരപ്പ സന്തോഷമായിട്ട്
അത് വേണ്ട പോലെ ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശരണാഗതിയോടുകൂടി പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ആ 12 ദിവസം ഭജനമാണ്. അപ്പോൾ ക്ഷേത്രം തന്ത്രിയെ നമസ്കരിച്ചു, അത് മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ 12 ദിവസത്തെ ഭജനം പുറത്ത് പോകാൻ പാടില്ല. അപ്പം അതിനു മുമ്പ് തന്നെ അതിൽ നമ്മുടെ ഗുരുകാരണവന്മാരെ അതേപോലെ തന്നെ ഈ ഓദിക്കന്മാരെ അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കന്മാരെയും തന്ത്രിയും ഇവരൊക്കെ വേണ്ട പോലെ അഭിവാദ്യം ചെയ്ത് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് ആ സെപ്റ്റംബർ 31 തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ 30 വൈകുന്നേരം ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ ആ മുദ്രയായിട്ടുള്ള മേശാന്തിയുടെ മുദ്രയാണ് ആ താക്കോല് ഏറ്റുവാങ്ങി അതിന് വേണ്ടത് ഭഗവാന്റെ മേശാന്തിയായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്തു. അവിടുന്ന് മുതലുള്ളതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, എത്ര പറഞ്ഞാലും മതി വരില്ല. ജീവിതത്തിൽ 6 മാസമാണ് ഒരു മേശാന്തിക്ക് ഒരു ടേമിൽ ചെയ്യാനുള്ള സമയമുള്ളെങ്കിലും അത് ഏറ്റവും സുവർണമായിട്ടുള്ളൊരു അവസരമാണ്. സുവർണ ദിനങ്ങളാണ് ഓരോന്നും. അത് കഴിഞ്ഞു ഒക്ടോബർ 1 തീയതി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഗുരുവായൂരപ്പന്റെ അവിടുത്തെ ദിനചര്യകൾ തുടങ്ങി തന്നെ എപ്പോഴാ കാലത്ത് 3 മണിക്ക് ഭഗവാന്റെ ആ നിർമ്മാല്യ 3 മണിക്കാണ് നട തുറക്കുക. 2:59 ആവാറില്ല, 3:01 ആവാറില്ല, കൃത്യം 3 മണിക്ക്. അപ്പോൾ ആ മനസ്സിലുള്ള സന്തോഷം, രാത്രി കിടന്നു അതിൻ്റെ ഇതൊക്കെ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് രാത്രി ഉറക്കം വരണില്ല. കാരണം എന്താ, നാളെ വലിയൊരു ഇത് നടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ കാരുണ്യ ശ്രീകോവിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോഴൊരു സന്തോഷം തലേ ദിവസം മുഴുവൻ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ 2:15 ആകുമ്പോഴേക്കും 2 മണി കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേൽക്കാൻ ഒന്ന് വിളിച്ചു, എഴുന്നേറ്റു. അപ്പോൾ സാധാരണഗതിയിൽ വളരെ നേരത്തെ ചെല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മണി 2:15 തയ്യാറായി നിന്നു. 2:15 കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് പുറപ്പെട്ടു, നേരെ കുളത്തിലെത്തി. അപ്പോൾ 2:25 2:25 ആവുന്ന സമയത്താണ് 25:30 ഉള്ളിലാണ് ആ പാട്ട് കേൾക്കുക. ലീലാമ്മയുടെ ആ പാട്ട് നാരായണീയം കേൾക്കാം. അത് കേൾക്കുന്ന സമയത്ത് അഹസ് പകർന്നു എന്നുള്ള സങ്കല്പത്തിൽ അവിടെ ചെന്ന് കുളിക്കാനായിട്ട് പോവാണ്. ആദ്യമായിട്ട് ആ പുണ്യതീർത്ഥത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മേശാന്തിപദം ഏറ്റെടുത്ത് പിന്നെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ കുളിക്കാനായിട്ട് പോകുമ്പോൾ ആ പുണ്യതീർത്ഥത്തിൽ കുളിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് തട്ടുകൊടുത്ത് 2:45 ആകുമ്പോഴേക്കും നമ്മൾ അതിനുള്ളിലെത്തണം. അത് കഴിഞ്ഞ് അപ്പോൾ ഗുരുവായൂര് സംഗതികൾ എന്ന് വെച്ചാൽ നമ്മൾ പൂജകൾ പഠിച്ചു എന്ന് വിചാരില്ല. ഗുരുവായൂരത്തെ സമ്പ്രദായം എന്ന് പ്രത്യേകത ഉണ്ട്. അത് തന്ത്രിവര്യൻ വേണ്ട പോലെ നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ വേണ്ട പോലെ ചെയ്യണം. അപ്പോൾ അന്നത്തെ പ്രമുഖ തന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ നാരായണ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ അനുജ്ഞയോടുകൂടി ശ്രീഹരി നമ്പൂതിരിപ്പാടാണ് വേണ്ട പോലെ പറഞ്ഞു തന്നത്. പിന്നെ ഒപ്പം ശ്രീകാന്ത നമ്പൂരി ഉണ്ടായി. അവര് വളരെ ശ്രദ്ധയോടും വളരെ ഭക്തിയോടും വളരെ നിഷ്ഠയോടും കൂടി അവർ എനിക്ക് പറഞ്ഞു തന്നു. കാരണം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളെ പോലെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. അപ്പൊ സാധാരണ ക്ഷേത്രം പോലെ നമുക്ക് കാണാൻ പാടില്ല. എല്ലാ ക്ഷേത്രവും ഒരുപോലെയാണെങ്കിലും ഗുരുവായൂർ മഹാക്ഷേത്രമാണ്, ഒരു പ്രത്യേകത അതിനവിടെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി ചെയ്യണം. അപ്പോൾ ഹരിനമ്പൂരിപ്പാടും അതേപോലെ തന്നെ ശ്രീകാന്ത് നമ്പൂരിപ്പാടും വേണ്ട പോലെയൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ആദ്യത്തെ ദിവസം ശ്രീകോവിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. 2:55 ആകുമ്പോഴേക്കും ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ആ നട തുറക്കുമ്പോഴായിട്ടുള്ളൊരു സന്തോഷം, ആദ്യമായിട്ട് മേശാന്തി നട തുറക്കുന്ന ആ സന്ദർഭത്തിൽ എത്ര പറഞ്ഞാലും മതി വരില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയാണ്. ആ തലേ ദിവസത്തെ ദിനചര്യകളെ പോലെയോ അതേപോലെ തലേദിവസം പോലെയൊന്നല്ല. പിന്നെ അന്ന് രാവിലെയാണ് കയറുന്ന സമയത്ത്, അതിനുള്ളിൽ കയറുന്ന സമയത്തുള്ളതായിട്ടുള്ള ആ നിർമ്മാല്യത ഭഗവാനെ കാണുമ്പോഴത്തൊരു സന്തോഷമുണ്ടല്ലോ. അത് കഴിഞ്ഞ് മേശാന്തി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദേഹശുദ്ധികളും അതുപോലെ തന്നെ ശംഖുപൂരണമൊക്കെ കഴിഞ്ഞ് പിന്നെ മാനസപൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ആ തിരുവുടലിൽ ചാർത്തിയതായിരിക്കുന്ന ആ മാലകള് അതുപോലെ അവിടുത്തെ വിഗ്രഹത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ കളഭമൊക്കെ മാറ്റി ദിവ്യമായിട്ടുള്ള രീതിയിലൊക്കെ മാറ്റിയെടുക്കുമ്പോഴായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, ഒന്ന് പ്രത്യേകതയാണ്. എത്ര പറഞ്ഞാലും മതി വരില്ല. അത് കഴിഞ്ഞ് മാല ചാർത്തല് അല്ലെങ്കിൽ മാല ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വാഗച്ചാർത്ത് ആ ആടിയെണ്ണ കൊണ്ട് പ്രത്യേകമായിട്ട് ഇതാക്കിയിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ള ആടിയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണു.
ഭഗവാന്റെ തിരുമേനിയിരുന്ന് ആ വാഗച്ചാർത്ത് നടത്തുന്നു. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് അല്ലെങ്കിൽ നന്ന ശുദ്ധമായിട്ട് അതിനെ നല്ല രീതിയിലാക്കി വൃത്തിയാക്കിയിട്ട് ആ പീഠവും ആ സുന്ദര വിഗ്രഹമൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞ് പിന്നെ മലനൈവേദ്യത്തിന് പുറപ്പെടാണ്. മനോഹരമായിട്ടുള്ള മാലകളൊക്കെ ചാർത്തി ഭഗവാന്റെ പൊന്നരഞ്ഞാണൊക്കെ ചാർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന സന്ദർഭം ഇതൊക്കെ മേശാന്തി ചെയ്യുമ്പോഴുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ, ഒന്ന് വേറെയാണ്. പറയാറുണ്ട് പിന്നെ മേശാന്തി അമ്മയുടെ സ്ഥാനമാണത്രേ ഭഗവാന്റെ. അപ്പൊ എന്താ, അമ്മമാർക്ക് കുട്ടികളെയൊക്കെ കുളിപ്പിക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുക ഒരു അമ്മമാരുടെ പ്രത്യേകമായിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്. ആ കൊച്ചുകുട്ടിയെ എങ്ങനെ അലങ്കരിക്കുക എന്നുള്ള രീതിയിൽ അമ്മമാര് ചെയ്യുമ്പോൾ അതിന് അമ്മയ്ക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. ആ ഒരു അനുഭൂതി പോലെ തോന്നി. അത്ര സന്തോഷമായി ഇതാ ഭഗവാനെ അലങ്കരിക്കാനും. അതൊക്കെ കഴിഞ്ഞ് ഇതാ പിന്നെ ഭഗവാൻ ഇതാ കാലത്ത് ആ മലനിവേദ്യം മറ്റ് ഗുരുവായൂർ പ്രത്യേകതയുള്ളതൊക്കെ ചേർത്ത് അതൊക്കെ ആക്കി ആ മലനിവേദ്യം അതൊക്കെ കഴിഞ്ഞ് അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് 4 മണിയാകുമ്പോഴേക്കും നട തുറക്കുകയാണ്. അപ്പൊ അതില് ഓദിക്കന്മാരുടെ സഹായമുണ്ട്, കീഴ്ശാന്തിമാരുടെ സഹായമുണ്ട്. മേശാന്തിക്ക് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അപ്പോ അവരുടെയൊക്കെ പൂർണ്ണമായുള്ള സഹകരണത്തോടുകൂടി അവരുടെയൊക്കെ അനുജ്ഞയോടുകൂടി തന്ത്രിയമ്പൂരുടെയൊക്കെ അനുജ്ഞയോടുകൂടി അത് നട തുറക്കാനൊക്കെ സാധിച്ചു. ആ നട തുറന്ന് വരുമ്പോഴുള്ളതായിട്ടുള്ളൊരു അനുഭൂതി വേറെയാണ്. എത്ര പറഞ്ഞാലും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല, അത്രയധികം അതിന് വാക്കുകൾക്ക് അതീതമാണത്. അത് കഴിഞ്ഞ് വന്ന് മേശാന്തി വന്ന് പ്രസാദം കൊടുക്കാനായിട്ടിരിക്കും. അപ്പം അതിന് വേണ്ടതായുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും. അപ്പൊ ഗുരുവായൂരൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഭക്തന്മാരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ചില പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 4:30 വരെ അവിടെ പ്രസാദം കൊടുക്കാം. ഭക്തന്മാർ നിർമ്മാല്യ ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദം മേൽശാന്തിയിൽ നിന്ന് സ്വീകരിക്കാൻ പാകത്തിൽ വരുന്ന നിൽക്കുമ്പോൾ അവർക്കൊക്കെ പ്രസാദങ്ങളൊക്കെ കൊടുത്ത് 4:30 മണിക്ക് ആ ഉഷനിവേദ്യം ഇതായിട്ട് പുറപ്പെടുകയാണ്. മേശാന്തിയാണ് അത് ചെയ്യുക. അപ്പൊ അത് നിന്ന് ഭഗവാന് സുന്ദരമായിട്ടുള്ള ആ നിവേദ്യം അതിൽ പായസമൊക്കെ വെച്ചുകൊണ്ട് ആ ഉഷനിവേദ്യം അത് കഴിഞ്ഞാൽ അപ്പൊ ഈ സമയത്തൊക്കെ ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലൊക്കെ നല്ല ചൂടാവും. അപ്പൊ സാധാരണ അനുഭവം പോലെയല്ല ഗുരുവായൂരത്തെ. പ്രത്യേകമായിട്ടുള്ള ഈ നെയ്വിളക്കിന്റെ ശോഭയില് ഈ നെയ്വിളക്ക് ദൈവം മാത്രമേ ഇവിടെ കത്തിക്കുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൂടുകളും പിന്നെ മറ്റു ചിലതും കൊണ്ടും വളരെ ചൂട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഭഗവാന്റെ കറകളഞ്ഞതായിട്ടുള്ള ഭക്തി ഉള്ളില് നിൽക്കുന്ന സമയത്തോ നമുക്ക് ആ ചൂട് അനുഭവപ്പെടുക, അതിനൊരു ശീതളിമയാണ് വരിക. നമ്മുടെ ഉള്ളില് ആ ഭക്തി നമ്മുടെ ഉള്ളിലുള്ള സമയത്ത് നമുക്ക് നല്ല തണുപ്പായിട്ട് തോന്നും. വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ വിയർപ്പുകളൊക്കെ എത്ര ചൂട് വന്നാലും നമുക്ക് വിയർപ്പൊക്കെ വന്നാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം എന്താ, അതൊരു തപസ്സാണ്. ഗുരുവായൂരപ്പന്റെ മേശാന്തി എന്ന് പറഞ്ഞ 6 മാസക്കാലം ഉള്ളത് അതൊരു തപസ്സാണ്. അപ്പൊ അത്ര ഒരു താപസനെ എങ്ങനെ അനുഷ്ഠിക്കുന്നു അതേപോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ഉഷപൂജ കഴിഞ്ഞ് മേശാന്തി തിരിച്ചു പോകുന്ന അല്പസമയം വിശ്രമിക്കാനുള്ള സമയം കിട്ടും. ആ വിശ്രമിക്കുന്ന സമയം വളരെ കുറച്ചേ ഉള്ളൂ, ഒരു അരമണിക്കൂർ സമയം കിട്ടില്ല. എന്നാലും അവിടെ ചെന്ന് അപ്പോഴേക്കും ഭക്തന്മാരാരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടാവും. ഭക്തന്മാരെ കാണാൻ വന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ട സന്തോഷത്തോടുകൂടി അവർക്ക് പ്രസാദം കൊടുക്കണം. പിന്നെ അവരുടെ പല വിഷമങ്ങളും പറയും നമ്മളോട്, അതൊക്കെ കേൾക്കണം. എന്തായാലും അല്പസമയത്തെ അതിനുശേഷം അല്പസമയം വിശ്രമം അത് കഴിഞ്ഞ് വരും. പിന്നീട് കാലത്തെ ഉഷപൂജയ്ക്കുള്ള തയ്യാറെടുപ്പോടുകൂടി വരികയാണ്. ആ ഉഷപൂജയ്ക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും സ്നാനത്തിന് പുറപ്പെടും. അപ്പൊ സാധാരണ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പാടില്ല, നമുക്ക് വന്നാൽ നീരിറക്കമൊക്കെ വരും. അത് ആരോഗ്യസ്ഥിതി വേണ്ട പോലെ ശരിയാവാത്ത ആൾക്കാരാണെങ്കിൽ നീരിറക്കം വരും. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ ആ പുണ്യതീർത്ഥത്തിൽ എത്ര വിയർത്ത് വന്നിട്ട് നമ്മൾ വിയർത്ത് കുളിച്ചു വരുന്ന സമയത്ത് അതിൽ പോയിട്ടാണ് കുളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശുദ്ധിയുണ്ട്, അതിൻ്റെ ഒരു സുഖമുണ്ട്, ഒന്ന് വേറെയാണ്. അപ്പോഴേക്കും നമ്മൾ ശുദ്ധമായി കഴിഞ്ഞ എല്ലാ നിലയ്ക്കും ഒരു ക്ഷീണം പിന്നെ നമുക്കറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉഷപൂജയ്ക്കായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഉപചാരങ്ങളോട് കൂടി ഗുരുവായൂരപ്പനെ ഉഷപൂജയ്ക്കായിട്ട് ശീലാത്ത് കയറുമ്പോൾ മറ്റൊരു അനുഭൂതിയാണ്. അവിടെ നല്ല വിളക്കുകളൊക്കെ ധാരാളം അവിടെ കത്തിച്ചിട്ടുണ്ടാവും. ആ ശോഭയിൽ കുളിച്ചു വന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്തിരുന്ന് ഉഷപൂജയ്ക്കുള്ളതായിട്ടുള്ള ഇതാണ്. ആ പൂജ ചെയ്യുന്ന സമയത്തും ആ സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ പൂജിക്കാനുള്ള ഒരു അവസരം ആ ശ്രീകോവിലത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. ആ പൂജകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്തന്മാരെ കാണാനും അവർക്ക് പ്രസാദം കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ചെലവഴിക്കണം. അത് കഴിഞ്ഞ് അതവിടെ പ്രത്യേകമായുള്ള സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ പന്തീരടിയാണ്. ആ സമയത്ത് കുറച്ച് സമയം നമുക്ക് തിരിച്ചു വന്ന് മേശാന്തി മുറിയിലേക്ക് വരാം. അവിടെ അല്പസമയം വിശ്രമിക്കാം, ഭക്തന്മാരെ കാണാം. അവർക്കൊക്കെ വേണ്ട മേശാന്തി എന്നുള്ളൊരു സ്ഥാനമുണ്ട്. നമ്മളെല്ലാം പറയാം ഗുരുവായൂരപ്പന്റെ മേശാന്തിയാണ്.
അപ്പോൾ ആ പറയുമ്പോൾ അത് ഭഗവാൻ തോന്നിക്കും വേണ്ട പോലെ. പല ആൾക്കാരും ഓരോ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരുമ്പോൾ അവർ വന്ന് നമ്മളോട് പറയും. ആ പറയുമ്പോൾ അത് നമുക്ക് അതിനുള്ളതായുള്ള മാർഗനിർദ്ദേശം കൊടുക്കാൻ ഗുരുവായൂരപ്പൻ ശക്തി തരും. ആ നാവ് ചലിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങനെ അവർ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും അല്പസമയം വിശ്രമമുണ്ട്. 5 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റേ ഉള്ളൂ, 15 മിനിറ്റേ ഉള്ളൂ വെച്ചാലും മഹാത്മാക്കൾ പറയാറുണ്ട്. മുൻ മേശാന്തിയായിട്ട് അവിടെ സവര് അനുഷ്ഠിച്ച അവർ പറയും 10 മിനിറ്റേ ഉള്ളൂ വെച്ചാലും നമ്മൾ അവിടെ വിശ്രമിക്കണം, നീണ്ടു നിവർന്ന് കിടക്കണം. അതിന് പ്രത്യേകമായുള്ള ഇതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ പന്തീരടി പൂജ കഴിഞ്ഞ് ഇതിൻ്റെ നടയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അല്പനേരം ഓദിക്കന്മാർ പ്രസാദം കൊടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിരിക്കാം. പിന്നെ ഉച്ചപൂജയ്ക്കുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട പോലെ നമുക്ക് ചെയ്യാം. അതിനു മുമ്പേ ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതിനുമുമ്പ് ശിവേലിയുണ്ട്, ശിവേലിയിലും നമ്മൾ പങ്കെടുക്കണം. അതൊക്കെ കഴിഞ്ഞ് പന്തീരടി പൂജ കഴിഞ്ഞ് പിന്നെ ഉച്ചപൂജയ്ക്കുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കണു. ഭഗവാൻ ആ വിഭവസമൃദ്ധമായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ ഉച്ചയ്ക്ക് നിവേദ്യങ്ങൾ ചില പ്രത്യേക രീതിയിലുള്ളതാണ്. അതൊക്കെ വേണ്ട പോലെ ധനിച്ച് ഉച്ചപൂജകൾ കഴിയണു. ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേശാന്തിക്ക് തിരിച്ചു പോരാം. അത് കഴിഞ്ഞാൽ അല്പസമയം വിശ്രമം. അവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ഈ 2:15 എഴുന്നേറ്റ് ഉച്ചപൂജ 12:30, 1 മണി, 1:30 എത്ര വേണമെങ്കിൽ അത് നമ്മൾ ഭക്തന്റെ നിശ്ചയിക്കുന്ന ഭഗവാനാണ്. നമുക്കതിലൊരു റോളും ഇല്ല. അതിൽ ഭഗവാൻ നിശ്ചയിക്കുന്നതാണ് അവിടുത്തെ സമയം. നമ്മൾ നേരത്തെ പോകണമോ കുറച്ച് നേരത്തെ വന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കേണ്ട. അവിടുത്തെ പ്രവൃത്തികൾക്കൊക്കെ ഒരു താളമുണ്ട്, ഒരു ഇതുണ്ട്. എല്ലാം ചിട്ട പോലെ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനൊന്നും നമുക്ക് നിശ്ചയിക്കേണ്ട, അദ്ദേഹം നിശ്ചയിക്കുക ആ സമയത്ത്. അപ്പം എന്താ നേരത്തെ നട തോന്നുന്നത്. അപ്പോൾ ശ്രീകോവിലിൽ ഉച്ചപൂജയ്ക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാല ചാർത്തണം. അതേപോലെ തന്നെ ഭഗവാന്റെ ആ തിരുമേനി വേണ്ട പോലെ ചന്ദനം ചാർത്തണം, കളഭം കൊണ്ട് ചാർത്തണം. തിരുമുഖം മാത്രമാണ് ചന്ദനം കൊണ്ട്, ബാക്കി ആ ഉടൽ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും കളഭം കൊണ്ടാണ് ചാർത്തുക. അത് കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്തജനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരെ വേണ്ട പോലെ കണ്ട് പിന്നെയാണ് ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും ജലപാനം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണ്. അതിനു മുമ്പേ ഒരു വൈദ്യമഠത്തിന്റെ വകയായിട്ട് അദ്ദേഹം തൻ്റെ ഉപാസനയുടെ നേടിയെടുത്തതായിട്ടുള്ള ഒരു ഔഷധമുണ്ട്. ആ ഔഷധം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശക്തി എത്രയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഗുരുവായൂരപ്പൻ അറിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തതാണ്, അറിവ് കൊടുത്തതാണ്. അതുണ്ടാക്കി അത് മുൻപേ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഒരു സൗഖ്യം അതിനുണ്ടാവുക. മരുന്ന് ഔഷധത്തിനുണ്ട്, അത് കഴിക്കുക. അതിനു മുമ്പേ ഭഗവാന്റെ തീർത്ഥം കഴിക്കുക, തീർത്ഥം ഇത് കഴിച്ച് ഈ മരുന്ന് കഴിച്ച് അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിനായിട്ട് പോവുക. അല്പസമയം വിശ്രമം. അത് കഴിഞ്ഞ് പിന്നീട് കാലത്ത് 4:30 വൈകിട്ട് 4:30 മണിക്ക് നട തുറക്കും. ആദ്യം ഞാൻ മേശാന്തിയായിരിക്കുന്ന സമയത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ നേരത്തെ നട തുറക്കാറുള്ളൂ, അതായത് മണ്ഡലകാലങ്ങളിലൊക്കെ. അല്ലെങ്കിൽ സാധാരണ സമയം 4:30 അപ്പം അതിനു മുമ്പ് ചെല്ലണം. കുളിച്ചു ചെന്ന് മാലകളൊക്കെ പുതിയതായിട്ട് ചാർത്തി ഭഗവാനെ നന്നായിട്ട് അലങ്കരിക്കണം. പിന്നീടാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെയും ഇവരെയൊക്കെ പരിവാരങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭഗവാൻ ശിവേലിക്കതായിരുന്നുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞാൽ തിരിച്ചു വരാം. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രസാദം കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ പ്രസാദം കൊടുക്കാനിരിക്കുന്നു, ഭക്തന്മാരെ കാണുന്നു. അങ്ങനെ കുറേ സമയം ദീപാരാധന വരെ ആ പ്രസാദം കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നീട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ അത്താഴപൂജയ്ക്കുള്ളതായുള്ള തയ്യാറെടുപ്പായി. അത്താഴപൂജ സമയത്താണ് നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതിയാണ് അത്താഴപൂജ സമയത്ത്. അതെന്താ, രാവിലെ ഓദിക്കന്മാരും മറ്റേ കൃഷ്ണാന്റിമാരുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്താഴപൂജയ്ക്ക് അതവരെ സഹായമുണ്ട്. പ്രസന്ന പൂജയ്ക്ക് നട ഇറക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, ഭഗവാനും മേശാന്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് സമയമുണ്ട് അവിടെ അതിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആ കുറച്ച് സമയം കിട്ടുന്നുണ്ടല്ലോ, എത്രയോ യുഗങ്ങൾ അടുത്ത് നിൽക്കുന്നതായിട്ടൊരു അനുഭൂതിയാണ് നമുക്ക് തോന്നുക. കാരണം എന്താ, ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. നമുക്ക് എന്ത് വിഷമങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് പറയാം. പ്രസന്ന പൂജയ്ക്ക് നിവേദിക്കാനുള്ളതായുള്ള അപ്പം ഉണ്ടാവും, മറ്റ് പ്രത്യേക സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, അത് നിവേദ്യ സാധനങ്ങളുണ്ടാവും. അതൊക്കെ കണ്ട് അത് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്പസമയം കിട്ടും. അപ്പോൾ അവിടെ അധിക സമയം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഭക്തജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് തൊഴാൻ വേണ്ടി, അവിടുത്തെ ആ സുന്ദര ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സമയം നമ്മൾ അപഹരിക്കരുത്. നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. എന്തായാലും അവിടെ അദ്ദേഹത്തിനോടൊപ്പം വരുന്ന അല്പസമയം നമുക്ക് എന്തെങ്കിലും പറയാം. നമുക്ക് ഇഷ്ടനെ പോലെ, സുഹൃത്തിനെ പോലെ നമുക്ക് പറയാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ യജമാനനെ പോലെ നമുക്ക് അദ്ദേഹത്തിനോട് പറയാം. ഭഗവാന്റെ പല ഭാവമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഏത് രൂപത്തിലാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, തൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ ആണെങ്കിൽ അതേ കാണാം നമുക്ക്. അല്ല ഒരു പ്രഭുവായിട്ടാണോ കാണാം, നമുക്കത് കാണാം. എന്തായാലും
അതൊക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുക, അതേപോലെ രൂപത്തിൽ നമുക്ക് അവിടെ കാണാം. ആ കുറച്ച് സമയം അവിടെ നമുക്ക് ചെലവഴിക്കാം. അത് ഒറ്റയ്ക്കാണ്. മേശാന്തിയും ഈ ഗുരുവായൂരപ്പനും ഭഗവാനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നല്ല ആ സമയം ഏറ്റവും മറ്റൊരു അനിർവചനീയമായിട്ടുള്ളൊരു മുഹൂർത്തമാണത്. അത് കഴിഞ്ഞാലോ നട തുറക്കുമ്പോൾ നട തുറന്ന് ഭക്തന്മാർക്ക് ആ ഭഗവാന്റെ ആ സുന്ദരമായുള്ള ദർശനത്തെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലോ പിന്നീട് അടുത്ത അവിടെ ഭക്തന്മാർക്ക് പ്രസാദങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ശിവേലിക്കുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പായി. ആ ശിവേലിയോട് കൂടി ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞാൽ മേശാന്തിക്ക് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഒരു ദിവസം ഭഗവാന്റെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ളതാണ്. രാവിലെ നേരത്തെ ഉണർന്ന് എഴുന്നേറ്റ് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ, അല്ലെങ്കിൽ 3 മണിക്ക് മുമ്പ് തന്നെ മേശാന്തി എഴുന്നേൽക്കണു, അതിനു മുമ്പ് തന്നെ കീഴ്ശാന്തിമാർ എഴുന്നേൽക്കണു, അതിന് വേണ്ട പ്രവർത്തിക്കാർ പരിചാരകന്മാർ എഴുന്നേൽക്കണു, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നട തുറക്കുന്ന സമയം വളരെ കൃത്യമാണ്. 2:29 നേരത്തെ പറഞ്ഞില്ലേ, 2:29 അല്ല, 3:01 അല്ല, 3 മണി കൃത്യം. അടയ്ക്കുന്ന സമയം അത് ഭഗവാനാണ് നിശ്ചയിക്കുക. കാരണം എന്താ, ഈ 3 മണിക്ക് തുറക്കാൻ നിശ്ചയിക്കുന്ന ഭഗവാനാണ്. വൈകിട്ട് എപ്പോഴാണ് നട എടുക്കേണ്ടത് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. 2 കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇതിനൊരു കൃത്യത നമുക്ക് വരാറുണ്ട്. മറ്റത് അല്പസമയം വേഗം 10 മണിക്ക് അടയ്ക്കാം, 10:15 ഭഗവാന്റെ ശ്രീകോവിൽ നട അടയ്ക്കാം, ഒക്കെ എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. പിന്നെ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഭഗവാൻ തന്നെയാണ്. അവിടുത്തെ അല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനാണ്. എങ്കിലും അവിടുത്തെ പറയുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം നടത്തിത്തരും. നമ്മളൊരു പിടിവാശി നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ദാസനായിക്കൊണ്ട് ചെയ്യാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര നേരം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അത് നമുക്കത് ഭംഗിയാക്കി തരും എല്ലാ കാര്യങ്ങളും. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. പിന്നെയോ അത് കഴിഞ്ഞ് പിന്നെ ഭക്തന്മാരുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കണു. എത്ര ബുദ്ധിമുട്ടി മണിക്കൂറുകളോളം കാത്തു നിന്ന് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വന്നു കഴിഞ്ഞ് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് എത്തുന്ന സമയത്ത് ആ ഭഗവാനെയാണ് കണ്ടു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും വിട്ടുപോകും. എത്രയാണ് ഒരു ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളതായിട്ടുള്ള വേദനകളും വരില്ല. ഭഗവാൻ അത് മാറ്റിത്തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മേശാന്തി കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ രസകരമായുള്ള അനുഭവങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും മതി വരില്ല. കാരണം എന്താ, അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോഴും മേശാന്തിയുടെ പലതരത്തിലുള്ള ക്ലേശങ്ങളും മേശാന്തിക്ക് ഉണ്ടെങ്കിലും ശരി, അതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അനായാസേനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ കയറുന്ന സമയത്ത് നമ്മളൊരു ദാസ്യഭാവത്തിൽ മാത്രമേ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുള്ളൂ. കാരണം എന്താ, നമ്മൾ അവിടുത്തെ സേവ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യാണ് ഇഷ്ടമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭഗവാന്റെ ഒരു ദാസനായിട്ട്, ഒരു പരിചാരകനായിട്ട് ദാസ്യഭാവത്തിൽ ഭക്തിയുടെ പറയാറുണ്ട്. പ്രഹ്ലാദന്റെ ഭക്തി കണ്ടില്ല, ദാസ്യഭാവമാണ്. ആഞ്ജനേയ സ്വാമിയുടെ ഇതൊക്കെ അങ്ങനെ കറകളഞ്ഞതായിട്ടുള്ള ആ ഭക്തിയുള്ള അതേപോലെതായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ്. അപ്പം എന്തുണ്ടാവും, ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. അത്താഴ പൂജ കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു നമസ്കാരമുണ്ട്. അതെന്താ, നമ്മൾ ചെല്ലാറില്ലേ, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി. അപ്പോൾ പ്രഭാതം മുതൽ ഇതുവരെയുള്ളതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അടിയൻ്റെ പൂജകളിൽ, വാക്കുകളിൽ, അതുപോലെ മന്ത്രങ്ങളിലൊക്കെ എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ഷമിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് അടിയങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്ത് വേണ്ട പോലെ ആക്കിത്തരണേ പ്രാർത്ഥിച്ചൊരു നമസ്കാരം. അപ്പോൾ ഭഗവാന്റെ അടുത്തുള്ളതായിട്ടുള്ള ആ ഒരു നമസ്കാരത്തോടു കൂടി നമുക്ക് സകല വിഷമങ്ങളെല്ലാം തീർന്ന് നമുക്ക് സുഖമായിട്ട് പോകാൻ പോകണം. പിറ്റേന്ന് പ്രഭാതത്തിൽ നമുക്ക് നട തുറക്കാനും ഒരു ബുദ്ധിമുട്ടും വരാറില്ല. ഭഗവാൻ അത് വരുത്തില്ല. കാരണം എന്താ, നമ്മൾ ഞാനാണെന്നുള്ള ഒരു ഭാവത്തിൽ പുറപ്പെട്ടാൽ മാത്രമേ അതിന് ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിലോ ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ആണെന്നുള്ള ഈ ഭഗവാന് വേണ്ടിയാണ് ചെയ്യണമെന്നുള്ളതെങ്കിൽ ആ ഭഗവാൻ അത് വേണ്ട പോലെ ആക്കിത്തരുന്നുള്ളതായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളറിയാതെ തന്നെ ആ നഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മളെ തേടി കൊണ്ടുവന്ന് തരികയാണ്. ഭഗവാന്റെ കാരുണ്യം നോക്കൂ. ഒരു ചന്ദനോടം പോലത്തെ ഒരു സാധനം കാണാനില്ല, അറിഞ്ഞില്ല പോയത്. പക്ഷേ ഗുരുവായൂരപ്പൻ അതറിഞ്ഞു ആ പോയത്. അത് ഒരു ഭക്തൻ കൊണ്ടുവന്ന് തന്നു. അത് ദേവസ്വത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. ആ സാധനം ഏൽപ്പിച്ചു. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭഗവാനോട് തിരിച്ചു തന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ തിലകം, ഭഗവാന്റെ തിരുനെറ്റിയിൽ ചാർന്ന തിലകങ്ങളൊക്കെ പോകാറുണ്ട്. ഓരോ മേശാന്തിമാർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്.
അത് പോകുമ്പോഴോ ആ തിലകൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭക്തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പന്റെ മുതലാണെന്ന് കണ്ട് ഭഗവാന്റെ സമ്പത്താണെന്നുള്ളത് കണ്ട് അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മേശാന്തിമാരുടെ സഹായത്തിന് മേശാന്തിമാരെ സഹായിക്കാൻ നിൽക്കുന്നവരെ അവരുടെ കൊണ്ടു കൊടുക്കണു. അപ്പോൾ എത്ര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ മുതൽ നഷ്ടപ്പെട്ടാൽ എത്ര കാലം പോയി കഴിഞ്ഞാൽ ആ സാധനം അവിടെ തിരിച്ചെത്തും. അതാണ് അവിടുത്തെ കാര്യം. പിന്നെയോ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉള്ള അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്രയധികം ശക്തിയുണ്ട് ഗുരുവായൂരപ്പന്. ആ മേശാന്തിപദം ഏറ്റതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അന്ന് അനുഭവിച്ചതായിട്ടുള്ളൊരു ആനന്ദം ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ആ 6 മാസക്കാലം ഭഗവാനെ സേവിക്കാൻ കിട്ടിയുള്ള ഒരവസരം അത് ഒന്ന് വേറെ തന്നെയാണ്. ഓരോ മേശാന്തിമാർക്കും അതിൻ്റേതായുള്ള അനുഭവങ്ങളുണ്ടാവും. എനിക്ക് നല്ല അനുഭവങ്ങൾ ഭഗവാൻ സമ്മാനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്നും ഓർക്കാൻ പാകുന്നതായിട്ടുള്ള ആ സുദിനങ്ങൾ 2018 ഒക്ടോബർ 1 മുതൽ 2019 മാർച്ച് 31 വരെയുള്ളതായിട്ടുള്ള കാലഘട്ടം 6 മാസം നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. ഓദിക്കന്മാരും അതുപോലെ കീഴ്ശാന്തിമാരും അതുപോലെ തന്നെ തന്ത്രിമുഖ്യന്മാരും ഇവരൊക്കെ വേണ്ട പോലെ പറഞ്ഞു തന്ന അതാത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ പറഞ്ഞ് അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിരുന്നു. നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. നല്ലൊരു സൗഹൃദത്തിൻ്റെ അനുഭവമായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ. മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൽ എത്താൻ സാധിച്ചതും ഗുരുകാരണവന്മാരുടെയും അതുപോലെ തന്നെ സജ്ജനങ്ങളുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുനാഥന്മാരുടെയും സജ്ജനങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ മേശാന്തിപദം ഏൽക്കാനും അത് വേണ്ട പോലെ പൂർത്തീകരിച്ചു പോരാനും. വേണ്ട പോലെ എന്ന് പറയാൻ ഞാൻ അർഹനല്ല. അതെങ്ങനെയാണോ എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. എങ്കിലും അത് ബുദ്ധിമുട്ടൊന്നും കൂടാതെ നിർവഹിച്ചു പോരാൻ സാധിച്ചു എന്നുള്ളത് ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള കാരുണ്യമാണ്.